Hi all, welcome back to our EVS class. Today we are going to explore our second unit, India is my country. India is our country. It is a beautiful land with many different cultures, languages and traditions. We Indians are proud of our country. So, let's learn more about our great nation, India. ഓക്കെ നോക്കൂ, ഫസ്റ്റ് പേജിൽ എന്താ കാണുന്നത്? സ്കൂളിലൊരു ഇൻഡിപെൻഡൻസ് ഡേയുടെ സെലിബ്രേഷനാണ് നമ്മൾ കാണുന്നത് അല്ലേ? ഓക്കെ, ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻസ് ആർ ഗോയിങ് ഓൺ തേജസ് സ്കൂൾ. വേരിയസ് പ്രോഗ്രാംസ് ആർ ഓർഗനൈസ്ഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ദി സോഷ്യൽ സയൻസ് ക്ലബ്. എന്താ പറയുന്നത്? തേജസിൻ്റെ സ്കൂളിലെ സ്വാതന്ത്ര്യ ദിനാഘോഷമാണ് നമ്മൾ കാണുന്നത് അല്ലേ? അവിടെ ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട്. ഏത് ക്ലബിൻ്റെ അണ്ടറിലാണ് നടക്കുന്നത്? സോഷ്യൽ സയൻസ് ക്ലബിൻ്റെ അണ്ടറിൽ ഒരുപാട് പരിപാടികൾ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. മേഘ ടീച്ചർ ഡിവൈഡഡ് ദ ക്ലാസ് ഇൻ ടു ഗ്രൂപ്പ്സ് ആൻഡ് ഈച്ച് ഗ്രൂപ്പ് വാസ് അസൈൻഡ് എ ടാസ്ക്. എന്താ പറയുന്നത്? മേഘ ടീച്ചർ എന്താണ് കുട്ടികളെ ഓരോ ഗ്രൂപ്പായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓരോ ഗ്രൂപ്പിനും ഓരോ എന്താണ് ചുമതലകൾ നൽകിയിട്ടുണ്ട്. തേജസ് ആൻഡ് ഹിസ് ഫ്രണ്ട്സ് were asked to prepare a magazine about Independence Day. എന്താ പറയുന്നത്? സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട പതിപ്പ് തയ്യാറാക്കുന്നത് ആരാണ്? തേജസും കൂട്ടുകാരും കൂടെയാണ് പതിപ്പ് തയ്യാറാക്കുന്നത്. They decided to visit the library to collect information to be included ഇൻ ദ മാഗസീൻ. എന്താണ്? അവർ പതിപ്പിലേക്ക് കൂടുതൽ കാര്യങ്ങൾ, പതിപ്പ് തയ്യാറാക്കണമെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽസ് വേണമല്ലേ? അത് തയ്യാറാക്കാൻ വേണ്ടി, ആ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്താണ് അവരുടെ എന്താണ് ലൈബ്രറി സന്ദർശിക്കുകയാണ്. ദ ലൈബ്രറിയൻ ഈസ് ദെയർ ഫോമർ ടീച്ചർ വിനയൻ സാർ. അവരുടെ ലൈബ്രറിയൻ ആരായിരുന്നു? അവരുടെ ഫോമർ ടീച്ചറായിട്ടുള്ള വിനയൻ സാർ ആയിരുന്നു. They explained the purpose of their visit to the library. അവരെന്താണ് മാഷിനോട് പറയാണ് എന്ത് കാര്യത്തിനാണ് അവരെ ലൈബ്രറിയിലേക്ക് വന്നത് എന്നുള്ളത് മാഷിനോട് പറയാണ്. എന്ത് കാര്യത്തിനായിരുന്നു അവർ ലൈബ്രറിക്ക് പോകുന്നത്? കളക്ട് സം ഇൻഫർമേഷൻ അബൌട്ട് അവർ ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ? ചിൽഡ്രൻ, ക്യാൻ യു ടെൽ മീ ഹൂ വേർ ദ ഫോറേജിയൻസ് ഹൂ റൂൾഡ് അവർ കൺട്രി? വിനയൻ സാർ ആസ്ക്ഡ്. എന്താണ്? വിനയൻ സാർ കുട്ടികളോട് ചോദിക്കുകയാണ്, നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന ഫോറേജിയൻസ്, വിദേശികൾ ആരാണെന്ന് പറയാമോ എന്ന് ചോദിച്ചു കുട്ടികളോട്. ദ ബ്രിട്ടീഷ്, ഭവ്യ സെഡ് എക്സൈറ്റഡ്ലി. എന്താണ്? ബ്രിട്ടീഷുകാർ എന്ന് ഭവ്യ എക്സൈറ്റോട് കൂടി പറഞ്ഞു. എക്സാക്ട്ലി ഭവ്യ, ഡു യു നോ ഹൗ ദേ ബിക്കം അവർ റൂളേഴ്സ്? സർ ആസ്ക്ഡ് എഗെയിൻ. ചിൽഡ്രൻ ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ ആസ് ഇഫ് ദേ ഡിഡ്ന്റ് നോ. എന്താണ്? സാറ് ആൻസർ പറഞ്ഞു അല്ലേ? ഭവ്യ ദ ബ്രിട്ടീഷ് എന്ന ആൻസർ പറഞ്ഞപ്പോൾ സാറ് എക്സാക്ട്ലി ഭവ്യ കറക്റ്റാണെന്ന് പറഞ്ഞു അല്ലേ? എന്നിട്ട് ചോദിച്ചു, ഇവരെങ്ങനെയാണ് നമ്മളുടെ റൂളേഴ്സ്, അധികാരികളായി മാറിയത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചു. കുട്ടികൾക്ക് എന്താണ് അതിൻ്റെ ആൻസർ അറിയില്ലായിരുന്നു. അതുകൊണ്ട് അവർ പരസ്പരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടായിരുന്നു. Sir gave them a picture story book from the library to read. എന്താണ്? മാഷ് എന്ത് ചെയ്തു? ലൈബ്രറിയിൽ നിന്ന് ഒരു പിക്ചർ സ്റ്റോറി ബുക്ക്, ചിത്രകഥാ പുസ്തകം എടുത്തിട്ട് അവർക്ക് വായിക്കാനായിട്ട് നൽകി. ദേ സ്റ്റാർട്ടഡ് ടു റീഡ് ദ ബുക്ക് ഈഗർലി. എന്താണ്? അവർ ഭയങ്കര അതറിയാനുള്ള എക്സൈറ്റഡ്മെൻറ്റോടും ഈഗർലി ആയിട്ട് എന്താണ് ആ സ്റ്റോറി ബുക്ക് വായിച്ച് തുടങ്ങി. അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, ആ ഇൻഫർമേഷൻ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരെന്താണ് ഈഗർലി ടു റീഡ് ദ ബുക്ക്. ഓക്കെ, ഫസ്റ്റ് ഒരു പിക്ചർ കണ്ടില്ലേ? അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താണ്? ഫോറേജിയൻസ് ഫസ്റ്റ് കെയിം ടു ഇന്ത്യ ബൈ ഷിപ്സ് ടു ബൈ സ്പൈസസ് ലൈക്ക് കാർഡമൻ ആൻഡ് ബ്ലാക്ക് പേപ്പർ ആൻഡ് ടെക്സ്റ്റൈൽസ് ലൈക്ക് സിൽക്ക് ആൻഡ് കോട്ടൺ. എന്താണ്? ഏലം, അതുപോലെ കാഡമൻ, അതുപോലെ ബ്ലാക്ക് പെപ്പർ, കുരുമുളക് തുടങ്ങിയ എന്താണ് നമ്മുടെ സ്പൈസസ് വാങ്ങാനും, അതുപോലെ എന്താണ് ടെക്സ്റ്റൈൽസ് ലൈക്ക് സിൽക്ക്, കോട്ടൺ, എന്താണ് നമ്മുടെ പട്ട്, പരുത്തി തുടങ്ങിയ തുണിത്തരങ്ങൾ വാങ്ങുന്നതിനായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഫോറേജിയൻസ് ഷിപ്പ് വഴി നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് എത്തുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് പിക്ചറിൽ എന്താണ്? ഗ്രാജുവലി ദേ ഒബ്റ്റെയിൻഡ് സ്പെഷ്യൽ പ്രിവിലേജസ് ഫ്രം ദി കിങ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ഫാക്ടറീസ് ഹിയർ. എന്താണ്? അവർ
ഗ്രാജുവലി പതിയെ പതിയെ എന്താണ് നമ്മുടെ അന്ന് നമ്മുടെ ഇന്ത്യ ഭരിച്ചിരുന്നത് രാജാക്കന്മാരായിരുന്നു അല്ലേ. രാജാക്കന്മാരിൽ നിന്ന് എന്താണ് പ്രിവിലേജ് ആനുകൂല്യങ്ങളൊക്കെ നേടിയെടുത്ത് ഇവിടെ വ്യവസായശാലകൾ ഫാക്ടറീസ് സ്ഥാപിക്കാൻ തുടങ്ങി. അപ്പോൾ എങ്ങനെയാണ് ആദ്യം അവർ ഷിപ്പ് മാർഗം എന്താണ് ഏലം, കുരുമുളക്, പട്ട്, പരുത്തി തുടങ്ങിയവയൊക്കെ വാങ്ങുന്നതിനായിട്ട് നമ്മുടെ ഇന്ത്യയിലെത്തി. എന്നിട്ട് അവർ എന്ത് ചെയ്തു, പതുക്കെ നമ്മുടെ ഇന്ത്യയിൽ ചില ഫാക്ടറികളൊക്കെ സ്ഥാപിക്കാൻ തുടങ്ങി. Then since the rulers of different provinces in India considered each other as enemies and at war, the Phoenicians found it easy to enhance their power. എന്താണ് ഇവരെന്താണ് നമ്മുടെ ഇന്ത്യയിലെ രാജാക്കന്മാർ പരസ്പരം തമ്മിൽ എന്തായിരുന്നു, എനിമീസ് ആയിരുന്നു അല്ലേ, ശത്രുക്കളായിരുന്നത് കൊണ്ട് എന്താണ് ഈ വിദേശികൾ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, ഫൊറീജിയൻസ് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, അവരുടെ പവർ ഇവിടെ എടുക്കാൻ തുടങ്ങിയില്ലേ. Then they conquered the natives with advanced war tactics and weapons like cannons and guns. എന്താ പറയുന്നത്, അവരെന്താണ് കാനോൺസും അതുപോലെ വെപ്പൺസൊക്കെ കൊണ്ടുവന്നിട്ട് പീരങ്കി, തോക്ക്, ഗൺസ്, അതുപോലെ കാനൺസ് ഇതൊക്കെ തുടങ്ങിയ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു, നമ്മുടെ നാട്ടുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ തുടങ്ങിയില്ലേ. Eventually, the British took over the princely state after exerting control over agriculture, trade and the king themselves. എന്താ പറയുന്നത്, ക്രമേണ അല്ലേ എന്താണ് നമ്മുടെ അഗ്രികൾച്ചറും ട്രേഡും ഒക്കെ എന്താണ് കൃഷിയും കച്ചവടമൊക്കെ അവരുടെ അധീനതയിലാക്കിയില്ലേ. നമ്മുടെ എന്താണ് സ്റ്റേറ്റ്സൊക്കെ അവർ അവരുടെ കൺട്രോളിലാക്കിയില്ലേ. Over the time, the British dominated the entire region of India. India was under their control of almost next 200 years. എന്താ പറയുന്നത്, ഒരുപാട് കാലല്ലേ, 200ഓളം വർഷങ്ങൾ എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാരുടെ ഫൊറീജിയൻസിൻ്റെ അവരുടെ അണ്ടറിലായിരുന്നു അല്ലേ. അവരായിരുന്നു നമ്മുടെ രാജ്യങ്ങളിലെ നമ്മുടെ ഇന്ത്യ ഭരിച്ചിരുന്നത് അവരായിരുന്നു അല്ലേ. അപ്പോൾ ആദ്യം അവരെന്ത് ചെയ്തു, ഷിപ്പ് മാർഗം നമ്മുടെ എന്താണ് കാഡമനും ബ്ലാക്ക് പെപ്പറും അതുപോലെ സിൽക്കും കോട്ടണൊക്കെ വാങ്ങാനായിട്ട് അവിടെ എത്തി. പിന്നെ എന്താണ് അവരിവിടെ ഇൻഡസ്ട്രീസ് വ്യവസായശാലകൾ സ്ഥാപിച്ചു. പിന്നെന്താണ് അവരിവിടെ എന്താണ് യുദ്ധം ചെയ്യാൻ തുടങ്ങിയില്ലേ. അവരുടെ അടുത്ത് എന്താണ് ഒരുപാട് വെപ്പൺസ് ഉണ്ടായിരുന്നു അല്ലേ. അത് ഉപയോഗിച്ചിട്ട് അവർ നമ്മളെ വറുതിയിലാക്കിയില്ലേ, അവർ നമ്മളെ കീഴടക്കിയില്ലേ. എന്നിട്ട് എന്ത് ചെയ്തു, അവർ നമ്മുടെ രാജ്യം, നമ്മുടെ സ്റ്റേറ്റ്സൊക്കെ കൺട്രീസും ഒക്കെ പിടിച്ചെടുത്തു. എന്നിട്ട് എന്താണ് 200 വർഷം നമ്മൾ അവരുടെ അണ്ടറിലായിരുന്നു അല്ലേ. അവരായിരുന്നു നമ്മുടെ ഇന്ത്യ ഭരിച്ചിരുന്നത്. You have read the picture story book. Now answer my questions. Sir continued. ചിത്രകഥാ പുസ്തകം നിങ്ങൾ വായിച്ചല്ലോ. ഇനി മാഷ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം എന്നാണ് പറയുന്നത്. ഓക്കെ. You can also find answers to Sir's questions. മാഷിൻ്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്കും ഉത്തരം കണ്ടെത്താം എന്നാണ് പറയുന്നത്. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, Why did you foreigners come to India? എന്തിനാണ് വിദേശികൾ ഇന്ത്യയിൽ എത്തിയത്? എന്തിനായിരുന്നു? ഫോറീജിയൻസ് ഫസ്റ്റ് കെയിം ടു ഇന്ത്യ ബൈ ഷിപ്സ് ടു ബൈ സ്പൈസസ് ലൈക്ക് കാഡമം ആൻഡ് ബ്ലാക്ക് പെപ്പർ ആൻഡ് ടെക്സ്റ്റൈൽസ് ലൈക്ക് സിൽക്ക് ആൻഡ് കോട്ടൺ അല്ലേ. ഓക്കെ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഹൗ ദ ഫോറീജിയൻസ് കുഡ് ഈസിലി എസ്റ്റാബ്ലിഷ് പവർ ഇൻ ഇന്ത്യ. എന്താണ് വിദേശികൾക്ക് ഇന്ത്യയിൽ അധികാരം സ്ഥാപിക്കാൻ എളുപ്പത്തിൽ കഴിഞ്ഞത് എങ്ങനെയാണ് എന്നാണ് ചോദിക്കുന്നത്. എന്താണ്, they obtained special privileges from the king and established factories here. Since the rulers of different provinces in India considered each other as enemies and at the war, the Phoenicians found it easy to enhance their power. Okay. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്, why were Indians unable to hold their own in the struggles with the British? എന്താ പറയുന്നത്, ബ്രിട്ടീഷുകാരുമായുള്ള പോരാട്ടത്തിൽ ഇന്ത്യക്കാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടായിരുന്നു എന്നാണ് ചോദ്യം അല്ലേ. എന്തുകൊണ്ടായിരുന്നു? They conquered the natives with advanced war tactics
and weapons like cannons and guns. Eventually, the British took over the princely state after exerting control over agriculture, trade, and the king themselves. Over the time, the British dominated the entire region of India. India was under their control for almost next 200 years. Okay. അപ്പോൾ മക്കളെ 1608 കാലഘട്ടങ്ങളിലാണ് ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിൽ സ്പൈസസും അതുപോലെ ടെക്സ്റ്റൈൽസൊക്കെ വാങ്ങിക്കുവാനായിട്ട് എത്തിയത്. പിന്നെ അവരിവിടെ ഇൻഡസ്ട്രീസ് സ്ഥാപിച്ചു. പിന്നെ അവർ നമ്മുടെ സ്റ്റേറ്റൊക്കെ എന്ത് ചെയ്തണു അവരുടെ കൺട്രോളിലാക്കിയില്ലേ. എന്നിട്ട് അവർ നമ്മളെ എന്ത് ചെയ്തു, ഒരു ഓൾമോസ്റ്റ് 200 ഇയേഴ്സ് അവരുടെ കൺട്രോളിലായിട്ടായിരുന്നു നമ്മുടെ ഇന്ത്യ ഉണ്ടായിരുന്നത്. പിന്നെ ആഫ്റ്റർ എന്താണ് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മൾ അവരെ ഇവിടെ നിന്ന് തുരത്തി ഓടിച്ചതല്ലേ. അതെങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സ്ട്രഗിൾസ് എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. എന്താണ് സ്ട്രഗിൾസ് എഗെയിൻ ദ ബ്രിട്ടീഷ് അല്ലേ. ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടങ്ങൾ എന്തുണ്ടായിരുന്നു. അവരുടെ അണ്ടറിലാണ് നമ്മളുള്ളതില്ലേ. അവർ ഒരുപാട് ചൂഷണങ്ങൾക്ക് ഇരയാക്കുന്നുണ്ട്, നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അല്ലേ. ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ രാജ്യം പിടിച്ചടക്കിയിട്ട് നമ്മളെ ഭരിക്കുകയാണ് ബ്രിട്ടീഷുകാർ ചെയ്തിട്ടുള്ളത് അല്ലേ. അവരെ ഇവിടുന്ന് തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പോരാട്ടങ്ങൾ, ത്യാഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. സ്ട്രഗിൾസ് എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടങ്ങൾ. The people of our country suffered a lot under the British rule. Didn't they, sir? നീന ആസ്ക്ഡ്. എന്താണ് നീന ചോദിച്ചത്? ബ്രിട്ടീഷുകാരുടെ ഭരണത്തിലേ നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ടല്ലേ, ബുദ്ധിമുട്ടിയിട്ടുണ്ടല്ലേ എന്ന് നീന ചോദിക്കുകയാണ്. That's right. The people who were suffering started protest against the British in various places. They protested by breaking the laws, declaring non-cooperation and organizing marches. വിനയൻ സർ റിപ്ലൈഡ്. എന്താ വിനയൻ സർ എന്താ പറയുന്നത്? നീന ചോദിച്ച ആൻസറിന് അതെ എന്ന് മറുപടി പറയാണല്ലേ. എന്നിട്ട് ഈ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ ഭയങ്കരമായിട്ട് നമ്മൾ സഫറിങ് ചെയ്യുന്നുണ്ടല്ലേ. അതിൽ നിന്നും എന്താണ് അവരെ തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമരങ്ങൾ നടത്താൻ തീരുമാനിച്ചു അല്ലേ. നിയമങ്ങൾ ലംഘിച്ചും നിയമങ്ങൾ ബ്രേക്ക് ചെയ്തിട്ട്, പിന്നെ അതുപോലെ ഡിക്ലെയറിങ് നോൺ കോർപ്പറേഷൻ നിസ്സഹകരണങ്ങൾ പ്രഖ്യാപിച്ചും, അതുപോലെ മാർച്ചസ് സംഘടിപ്പിച്ചൊക്കെ നമ്മുടെ ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാരെ പ്രതിഷേധിച്ചു. ഓക്കെ, സച്ച് പ്രൊട്ടസ്റ്റ് ആർ നോൺ ആസ് ദ ഫ്രീഡം സ്ട്രഗിൾ ആറിൻ്റെ നവീൻസ് ഡൗട്ട് കെയിം വിത്തിൻ നോ ടൈം. ഇത്തരം പ്രൊട്ടക്ട്സ് അല്ലേ, ഇത്തരം പ്രൊട്ടക്ട്സ് ആണ് ഫ്രീഡം സ്ട്രഗിൾ, സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നതായിരുന്നു നവീൻ്റെ സംശയം അല്ലേ. ഇങ്ങനെ നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരുപാട് അങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ഓരോ മാർച്ചസിലൊന്നായിരുന്നു ഫ്രീഡം സ്ട്രഗിൾ അല്ലേ. ഫ്രീഡം സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരം അല്ലേ. ഓക്കെ, സ്മാർട്ട് ബോയ് സർ കൺഗ്രാറ്റുലേറ്റഡ് നവീൻ വിത്ത് എ പാറ്റ് ഓൺ ഹിസ് ഷോൾഡർ. എന്താ പറയുന്നത്? നവീൻ്റെ ഷോൾഡറിൽ തട്ടിയിട്ട് സാറ് അഭിനന്ദിച്ചു അല്ലേ. ഗുഡ് ബോയ്, സ്മാർട്ട് ബോയ് എന്നൊക്കെ പറഞ്ഞിട്ട് അഭിനന്ദിച്ചു. നൗ ലെറ്റ്സ് നോ അബൌട്ട് സം ഓഫ് ദി ഇമ്പോർട്ടൻസ് ഇവൻറ്റ്സ് ഓഫ് ദി ഫ്രീഡം സ്ട്രഗിൾ. ഹി പിക്ക്ഡ് എ ബുക്ക് ഫ്രം ദ കബോർഡ് ആൻഡ് ഗേവ് ഇൻ ടു ചിൽഡ്രൻ. എന്താ പറയുന്നത്? അവൻ എന്ത് ചെയ്തു? കബോർഡിൽ നിന്ന് ഒരു പുസ്തകം എടുത്തിട്ട് സ്വാതന്ത്ര്യം, നമ്മുടെ ഫ്രീഡം സ്ട്രഗിളിൻ്റെ കുറച്ച് സംഭവങ്ങൾ പരിചയപ്പെടാൻ വേണ്ടി മാഷ അവർക്ക് കബോർഡിൽ നിന്നും ഒരു പുസ്തകം എടുത്ത് കുട്ടികൾക്ക് നൽകി. റീഡ് ദ ഇൻഫർമേഷൻ കളക്റ്റഡ് ബൈ ചിൽഡ്രൻ ഫ്രം ദി ബുക്ക്. കുട്ടികൾ ആ പുസ്തകത്തിൽ നിന്ന് ഡാറ്റാസ് അല്ലേ, ഇൻഫർമേഷൻ കളക്ട് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് സാൾട്ട് സത്യാഗ്രഹ 1930 സാൾട്ട് സത്യാഗ്രഹ മീൻസ് ഉപ്പ് സത്യാഗ്രഹം അല്ലേ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ ഉപ്പ് സത്യാഗ്രഹം എന്നൊക്കെ, ക്വിസ് കോമ്പറ്റീഷനിലും കാര്യങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിനെക്കുറിച്ചുള്ള ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോവുകയാണ്. ഓക്കെ,
At the time, many Indians were engaged in the work of producing salt by draining seawater. എന്താണ് ഇന്ത്യക്കാരില്ലേ ഇന്ത്യക്കാർക്കൊരു ജോലി ഉണ്ടായിരുന്നു, എന്താണ് ഉപ്പ് നിർമ്മിക്കുക അല്ലേ. ആ കടൽ വെള്ളം വറ്റിച്ചിട്ടാണ് നമ്മൾ ഉപ്പ് നിർമ്മിക്കുന്നത്. Several British rules declared that Indians must pay a tax, a special levy for extracting salt. എന്താണ് അങ്ങനെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ എന്ത് ചെയ്തു, ഈ ഉപ്പ് നിർമ്മിക്കുന്നതിന്, ഉപ്പ് കുറുക്കുന്നതിനായിട്ടൊരു പ്രത്യേകത ടാക്സ്, നികുതി അല്ലേ, ഒരു സ്പെഷ്യൽ ലീവി ഫോർ എക്സ്ട്രാക്റ്റിംഗ് സാൾട്ട്, ഉപ്പ് കുറുക്കുന്നതിന് നികുതി അടയ്ക്കണമെന്ന് പ്രഖ്യാപിച്ചു. ഓക്കെ. Those who made salt without paying the tax were imprisoned. ഗാന്ധിജി ഓർഗനൈസ്ഡ് ദ പീപ്പിൾ എഗെയിൻസ്റ്റ് ദിസ്. എന്താ പറയുന്നത്, നികുതി അടയ്ക്കാതെ ഉപ്പ് കുറുക്കുന്നവരെ അവരെന്ത് ചെയ്തു, ഇംപ്രിസൺസ്ഡ്, ജയിലിലടച്ചുല്ലേ. എന്നിട്ട് ഇതു ഇതിനെതിരെ എന്ത് ചെയ്തു, ഇതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്തു, ഗാന്ധിജി ഓർഗനൈസ്ഡ് ദ പീപ്പിൾ എഗെയിൻസ്റ്റ് ദിസ്. അങ്ങനെ ജയിലിലടച്ചതിനെ തുടർന്ന് ജനങ്ങളെ ഇതിനെതിരെ സംഘടിപ്പിച്ചിട്ട് എന്ത് ചെയ്തു, they marched in procession to Dandi beach, a place far away from Gandhiji's Sabarmati ashram. Taking a handful of salt from the sea, Gandhiji said, even if these hand-holding salt are crushed, they will not give up the salt. എന്താ പറയുന്നത്, അവരെന്ത് ചെയ്തു, അങ്ങനെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സബർമതി ആശ്രമത്തിൽ നിന്ന് എന്ത് ചെയ്തു, അവർ ദണ്ഡി ബീച്ചിലേക്ക് എന്ത് ചെയ്തു, മാർച്ച് അല്ലേ, ജാഥ തുടങ്ങിയില്ലേ. എന്നിട്ട് എന്ത് ചെയ്തു, ഗാന്ധിജി കടലിൽ നിന്ന് ഒരു ഹാൻഡ്ഫുൾ സോൾട്ട് വാരിയിട്ട് എന്ത് ചെയ്തു, കടലിൽ നിന്ന് ഒരു പിടി ഉപ്പ് വാരിയിട്ട് പറഞ്ഞു, എന്താണ്, ഉപ്പ് പിടിച്ച കൈകൾ തകർക്കപ്പെട്ടാലും ഉപ്പ് വിട്ടു കൊടുക്കില്ല അല്ലേ. അതാണ് പറഞ്ഞത്, ഈവൻ ഇഫ് ദീസ് ഹാൻഡ്സ് ഹോൾഡിംഗ് സാൾട്ട് ആർ ക്രൂഷ്ഡ് ദേ വിൽ നോട്ട് ഗിവ് അപ്പ് ദ സോൾട്ട് അല്ലേ. ഈ ഉപ്പ് പിടിച്ച കൈകൾ തകർക്കപ്പെട്ടാലും ഉപ്പ് വിട്ടുകൊടുക്കില്ല എന്ന് ഗാന്ധിജി പറഞ്ഞു. ഫൈൻഡ് ഔട്ട് മോർ ഇൻഫർമേഷൻ അബൌട്ട് സാൾട്ട് സത്യാഗ്രഹ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ടീച്ചർ. എന്താണ്, നിങ്ങളുടെ ടീച്ചറുടെ സഹായത്തോടു കൂടി സാൾട്ട് സത്യാഗ്രഹത്തെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ. ഇങ്ങനെ എന്തൊക്കെയാണ്, ഡേറ്റ് ആൻഡ് പ്ലേസ് ഓഫ് സാൾട്ട് സത്യാഗ്രഹ. ഡേറ്റ് എന്നായിരുന്നു 1930 1930 പിന്നെയോ എവിടെ നിന്നായിരുന്നു, സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി ബീച്ചിലേക്കായിരുന്നു സാൾട്ട് സത്യാഗ്രഹിയുടെ മാർച്ച്. ഓക്കെ. ഗാന്ധിജിയുടെ നേതൃത്വത്തിലായിരുന്നു അല്ലേ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ എന്താണ്, ജനങ്ങളെയും കൂടിയും ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടായിരുന്നു ഈ സാൾട്ട് സത്യാഗ്രഹ നടത്തിയിരുന്നത് അല്ലേ. ഇതിനെന്താണ്, ദണ്ഡി മാർച്ച് എന്നുള്ള പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ സാൾട്ട് സത്യാഗ്രഹയെ ദണ്ഡി മാർച്ച് എന്ന പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് 1942 അല്ലേ. ക്വിറ്റ് ഇന്ത്യ സമരം അല്ലേ. വിനയൻ സാർ ദെൻ ഇൻട്രൊഡ്യൂസ്ഡ് ദ ഡയറി ഓഫ് എ ഫ്രീഡം ഫൈറ്റർ ടു ദ ചിൽഡ്രൻ. എന്ത് ചെയ്തു, തുടർന്ന് മാഷ് എന്ത് ചെയ്തു, ഒരു ഫ്രീഡം ഫൈറ്റർ, സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ഒരു എന്ത് ചെയ്തു, ഡയറി കുറിപ്പ് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഓക്കെ. എന്തായിരുന്നു ഡയറി കുറിപ്പ് എന്ന് നമുക്ക് വായിച്ചു നോക്കാം. 1942 August 8. ഓക്കെ. Today was the day I got immense enthusiasm and energy in the freedom struggle. I had a privilege of attending the Bombay Conference of the Indian National Congress, where the demand for quitting India was passionately presented. The meaning of this slogan was clear and resolute. Leave India. Gandhiji reminded us that this must be the most powerful agitation for freedom. Bapuji called on everyone to do or die. Inspired by these words, I found myself standing up without knowing and raising my fist and shouting with all my might the slogan, Quit India, Quit India. എന്താണ്, സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ എന്താണ്, എനിക്ക് ഏറ്റവും അധികം എനർജി ലഭിച്ച ദിവസമായിരുന്നു ഇന്ന് എന്നാണല്ലേ പറയുന്നത്.
എന്താണ്, അദ്ദേഹം ബോംബെയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു. എന്താണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ ക്വിറ്റ് ഇന്ത്യ എന്ന ഒരു ആവശ്യം അവിടെ അവതരിപ്പിക്കപ്പെട്ടു. ആ സ്ലോഗൻ്റെ അർത്ഥം എന്താണ്? ഇന്ത്യ വിടുക എന്നാണ് അല്ലേ. ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ഈ പോരാട്ടത്തിൽ എന്താണ്, ശക്തമായിട്ട് പ്രതികരിക്കണമെന്ന് ഗാന്ധിജി അവരെ ഓർമ്മിപ്പിക്കുകയാണ് അല്ലേ. ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളതായിരുന്നു ഗാന്ധിജി അവരോട് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഇത് കേട്ടാണ്ട് ഗാന്ധിജിയുടെ ആ തീപ്പൊരി പ്രസംഗം കേട്ടിട്ട് എന്താണ്, ഇവര് അറിയാതെ എഴുന്നേറ്റ് എന്ത് ചെയ്തു, മുദ്രാവാക്യം വിളിക്കുകയാണ് അല്ലേ. മുദ്രാവാക്യം ഷൗട്ടിങ് വിത്ത് ഓൾ മൈ മൈറ്റ്സ് ദ സ്ലോഗൻ ക്വിറ്റ് ഇന്ത്യ അല്ലേ. അങ്ങനെ എന്താണ്, മുഷ്ടി ചുരുട്ടി ആ മുദ്രാവാക്യം വിളിച്ചു. എന്തായിരുന്നു? ക്വിറ്റ് ഇന്ത്യ എന്നായിരുന്നു വിളിച്ചിരുന്നത്. അപ്പോൾ ഒരു പവർഫുൾ ഫ്രീഡം ഫൈറ്ററുടെ ഡയറി കുറിപ്പാണ് നമ്മൾ വായിച്ചത് അല്ലേ. അക്കോർഡിംഗ് ടു ഗാന്ധിജീസ് exhort, thousands of people must have participated in struggle, isn't it sir? തേജസ് ആസ്കഡ്. ഗാന്ധിജിയുടെ ആഹ്വാനം അനുസരിച്ച് ആയിരങ്ങളായിരുന്നു ആ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് എന്ന് തേജസ് സാറിനോട് ചോദിക്കുകയാണ്. ഓഫ് കോഴ്സ് ദ സ്ലോഗൻ ഓഫ് ദിസ് മൂവ്മെന്റ് echoed all over India. It gave people more power and strength, sir replied. എന്താ സാറ് പറഞ്ഞു കൊടുത്തത്? തീർച്ചയായിട്ടും ഈ സമരത്തിൻ്റെ മുദ്രാവാക്യം ഇന്ത്യയിലെ എല്ലായിടത്തും എന്തായത് എക്കോഡ് അല്ലേ, മുഴങ്ങിക്കേട്ടു. ഇതെന്തായിരുന്നു, ജനങ്ങൾക്ക് കൂടുതൽ എനർജി, പവറും സ്ട്രെങ്ത്തൊക്കെ നൽകിയെന്ന് മാഷ് പറഞ്ഞു കൊടുത്തു. ഓക്കെ, കളക്ട് ദ ഫോളോയിങ് ഇൻഫർമേഷൻ അബൌട്ട് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ക്ലാസ് ലൈബ്രറി ആൻഡ് പ്രിപ്പയർ എ നോട്ട്. എന്താണ്, ക്വിറ്റ് ഇന്ത്യ സമരത്തിനെ കുറിച്ചിട്ടുള്ള, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങളുടെ ലൈബ്രറിയിൽ നിന്ന് കളക്ട് ചെയ്തിട്ടൊരു റൈറ്റപ്പ്, പ്രിപ്പയർ എ നോട്ട്, കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. ഓക്കെ നമ്മളിപ്പോൾ ക്വിറ്റ് ഇന്ത്യയെ കുറിച്ചാണല്ലേ പഠിച്ചത്. എന്താണ് ക്വിറ്റ് ഇന്ത്യ സമരം എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കിയില്ലേ. ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ലോഞ്ച്ഡ് ബൈ മഹാത്മാഗാന്ധി ഓൺ August 8, 1942 was a pivotal event in India's struggle for independence. With his iconic do or die speech, Gandhi inspired millions to join the movement, calling for an end to British rule. എന്തായിരുന്നു ഗാന്ധിജിയുടെ ഒരു പ്രസംഗമാണ്, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യത്തിലൂടെ ഒരുപാട് ആൾക്കാരെ പ്രചോദനം നൽകിയിട്ട് എന്ത് ചെയ്തു, നമ്മൾ ബ്രിട്ടീഷുകാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടൊരു മൂവ്മെൻറ്റ് നടത്തിയില്ലേ, സ്ട്രഗിൾ നടത്തിയതാണെന്ത്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് അല്ലേ. ഓക്കെ, ഇനി ഇവിടെ താഴെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന് എങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്താൽ, ക്വിറ്റ് ഇന്ത്യ ദിനം എന്നായിരുന്നു August 9 അല്ലേ. ലീഡേഴ്സ് ഹൂ ലീഡ് ദ ഫ്രീഡം സ്ട്രഗിൾ, ആരൊക്കെയാണ് ഇതിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? മഹാത്മാഗാന്ധി, സർദാർ വല്ലഭായ് പട്ടേൽ, ജവഹർലാൽ നെഹ്റു, മൗലാന അബ്ദുൽ കലാം ആസാദ് ആൻഡ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ദ മെയിൻ ലീഡേഴ്സ് അല്ലേ. ഇവരായിരുന്നു ഇതിൻ്റെ മുൻനിരയിൽ നേതൃത്വം നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനികൾ. ഓക്കെ, ഇനി റിസൾട്ട് ഓഫ് ദി ഫ്രീഡം മൂവ്മെൻറ്റ്, ഈ ഫ്രീഡം മൂവ്മെൻറ്റിൻ്റെ റിസൾട്ട്, ഫലം എന്തായിരുന്നു? ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് മാർക്ക്ഡ് എ സിഗ്നിഫിക്കൻറ്റ് ടേണിംഗ് പോയിന്റ് ഇൻ ഇന്ത്യാസ് ഫ്രീഡം സ്ട്രഗിൾ, അൾട്ടിമേറ്റ്ലി കോൺട്രിബ്യൂട്ടിംഗ് ടു ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ് ഓൺ August 15, 1947. എന്താ പറയുന്നത്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്നുള്ളത് ഒരു സിഗ്നിഫിക്കൻറ്റ് ടേണിംഗ് പോയിന്റ് ആണ്, ഒരു വഴിത്തിരിവാണ്, ഒരു മിൽസ്റ്റൺ ആണെന്നാണ്, നാഴികക്കല്ലാണെന്നൊക്കെ നമുക്ക് എന്ത് പറയാം, നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനുള്ളൊരു നാഴികക്കല്ലായിരുന്നു അല്ലേ. ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനായിരുന്നു. അങ്ങനെ ഒടുവിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ട് August 15, 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ഓക്കെ, ഇനി നോക്കൂ, നെക്സ്റ്റ് എന്താണ്, ഫ്രീഡം സ്ട്രഗിൾ ഇൻ കേരള, സ്വാതന്ത്ര്യ സമരം കേരളത്തിലും അല്ലേ. എന്താണ് നമ്മൾ ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് എന്താണ്, നമ്മുടെ കേരളത്തിലെ കുറേ സ്വാതന്ത്ര്യ സമര സേനാനികളും ഇതിനെതിരെ സമരം ചെയ്യാൻ തുടങ്ങി. അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കുന്നത്.
Then there were many agitations in Kerala too, asked Naveen. Yes, the spirit of freedom movement led by Gandhiji also spread in Kerala. എന്താണ് അപ്പോൾ കേരളത്തിലും ഇതിൻ്റെ ഭാഗമായിട്ട് സമരങ്ങൾ നടന്നിട്ടുണ്ടാകില്ലേ മാഷെ എന്ന് നവീൻ സാറിനോട് ചോദിക്കുകയാണല്ലേ. അപ്പോൾ സാർ എന്താ പറയുന്നത്? യെസ്, ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ഈ സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് ആവേശം കേരളത്തിലും ഉണ്ടായിരുന്നു അല്ലേ. സ്പിരിറ്റ്, ആവേശം എന്ത് ചെയ്തു? സ്പ്രെഡ് ഇൻ കേരള, കേരളത്തിലും ഉണ്ടായിരുന്നു. ദ സാൾട്ട് ലോ വാസ് വയലേറ്റഡ് അറ്റ് പയ്യന്നൂർ ബീച്ച് ഇൻ കണ്ണൂർ. ഓക്കെ, എന്തായിരുന്നു? ഈ ഉപ്പു സത്യാഗ്രഹത്തിന് ഉള്ള ഒരു സമരമായിട്ട് എവിടെയായിരുന്നു? കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ കടപ്പുറത്ത് വെച്ചായിരുന്നു ഉപ്പു നിയമം ലംഘിക്കപ്പെടുന്ന സമരം നടന്നത്. ഓക്കെ. കെ കേളപ്പൻ ആക്ടഡ് ആസ് ദ ലീഡർ ഓഫ് ദി മൂവ്മെൻറ്റ്. ലേറ്റർ ഹി വാസ് നോൺ ആസ് കേരള ഗാന്ധി. എന്താ പറയുന്നത്? കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ കടപ്പുറത്ത് വെച്ചായിരുന്നു അല്ലേ നമ്മുടെ സാൾട്ട് ലോ എന്തായിരുന്നു വയലേറ്റ് ചെയ്യപ്പെട്ടിരുന്നത്. അതിന് നേതൃത്വം നൽകിയ അതിൻ്റെ ലീഡർ ആരായിരുന്നു? കെ കേളപ്പൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പിന്നീട് കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുകയായിരുന്നു. സർ, ഹൂ വേർ ദ അതർ ലീഡേഴ്സ് ഹൂ ലെഡ് ദ ഫ്രീഡം സ്ട്രഗിൾ ഇൻ കേരള? കേരളത്തിലെ കെ കേളപ്പൻ കൂടാതെ വേറെ ആരൊക്കെ ആയിരുന്നു ആ സമരത്തിന് നേതൃത്വം നൽകിയിരുന്നത് എന്നായിരുന്നു ചോദ്യം. ദ ചിൽഡ്രൻ വേർ ക്യൂരിയസ് ടു നോ മോർ. കുട്ടികൾക്കും അതേക്കുറിച്ച് അറിയണമെന്നായില്ലേ. There were hundreds of people like T.K. Madhavan, K.P. Keshav Menon, Muhammad Abdurrahman, A.K. Gopalan, Akkama Cheriyan, Kuttimalu Amma and others, sir, recalled and said. എന്താണ്? 100 കണക്കിന് പേരുണ്ട്. അതിൽ ആരൊക്കെയായിരുന്നു? T.K. Madhavan, K.P. Keshav Menon, മുഹമ്മദ് അബ്ദുറഹ്മാൻ, A.K. ഗോപാലൻ, അക്കാമ ചെറിയാൻ, കുട്ടിമാളു അമ്മ തുടങ്ങിയ ആളുകൾ എന്തായിരുന്നു ഇതിൽ പങ്കെടുത്തിരുന്നു. The children took note of all the information given by sir. മാഷ് പറഞ്ഞ വിവരങ്ങൾ, ഇൻഫർമേഷൻ എല്ലാം കുട്ടികൾ എഴുതിയെടുത്തു. ഇനി ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ഡൗൺ ദ മേജർ ഫ്രീഡം സ്ട്രഗിൾ ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ കേരള. കേരളത്തിലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന സമരങ്ങൾ ഏതൊക്കെയാണെന്ന് അന്വേഷിച്ച് എഴുതാനാണ് പറയുന്നത്. ഇവിടെ ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? മലബാർ റെബല്ലിയൻ തന്നിട്ടുണ്ട് അല്ലേ. മലബാർ കലാപം തന്നിട്ടുണ്ട്. അത് ഏത് വർഷം നടന്നത്? 1921 നടന്നത് മലബാർ റെബല്ലിയൻ. ഓക്കെ. ഇനി വേറെ ഏതൊക്കെയാണ്? ഗുരുവായൂർ സത്യാഗ്രഹ 1931. പിന്നെ അതുപോലെ വൈക്കം സത്യാഗ്രഹ 1924 to 1925 ആ ഒരു സത്യാഗ്രഹം നടന്നത്. ഇനി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് മൂവ്മെൻറ്റ് 1938 നടന്നത്. ഇതുപോലെ ഒരുപാടുണ്ട് അല്ലേ. പഴശ്ശി കലാപം ഉണ്ട് അല്ലേ. പഴശ്ശി രാജയുടെ ആ ഒരു വിപ്ലവം ഉണ്ട്. പിന്നെ ആറ്റിങ്ങൽ കലാപം, മൊറാഴ കലാപം അല്ലേ, നമ്മുടെ കണ്ണൂർ ജില്ലയിലെ മൊറാഴ എന്ന സ്ഥലത്ത് നടന്ന കലാപം. അങ്ങനെ ഒരുപാട് കലാപങ്ങൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടന്നിട്ടുള്ളവയാണ്. ഓക്കെ. ഇനി നോക്കൂ, നെക്സ്റ്റ് ഫ്രീഡം ഫൈറ്റേഴ്സ്, സ്വാതന്ത്ര്യ സമര സേനാനികളിലെ സമര നേതാക്കൾ. ഓക്കെ. മഹാത്മാഗാന്ധിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ചിൽഡ്രൻ, ഡു യു നോ ദ ലീഡർ ഹു ഇൻസ്പയർഡ് ഫ്രീഡം ഫൈറ്റേഴ്സ് ഓൾ ഓവർ ഇന്ത്യ? ഇന്ത്യയിലൊട്ടാകെ എന്താണ് സ്വാതന്ത്ര്യ സമരക്കാർക്ക് ഇൻസ്പയർ ആയിട്ടുള്ള ഒരു നേതാവായിരുന്നു ആരായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയോ? സർ ആസ്ക്ഡ് ദിസ് ക്വസ്റ്റ്യൻ ആൻഡ് ക്വിക്ക്ലി ദേ റിപ്ലൈഡ് ഗാന്ധിജി. മാഷ് ഈ ചോദ്യം ചോദിക്കുന്നതും കുട്ടികൾ ആൻസർ വിളിച്ചു പറയായിരുന്നു. എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഗാന്ധിജി അല്ലേ. Now read the information they collected about Gandhiji from the books in the library. ഗാന്ധിജിയെ കുറിച്ചിട്ടുള്ള എന്ത് ചെയ്യുക? കൂടുതൽ വിവരങ്ങൾ നിങ്ങളെ ലൈബ്രറിയിൽ നിന്ന് എടുത്ത് വായിക്കാനാണ് പറയുന്നത്. ഓക്കെ. ഇവിടെ കുട്ടികൾ വായിച്ചിട്ടുള്ള വിവരം താഴെ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നോക്കിയാലോ ഗാന്ധിജിയെ കുറിച്ച് അവരെന്തൊക്കെയാണ് പറയുന്നതെന്ന്. ഗാന്ധിജി വാസ് ബോൺ ഇൻ പോർബന്ദർ, ഗുജറാത്ത്. ഹിസ് റിയൽ നെയിം വാസ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. എന്തായിരുന്നു? ഗുജറാത്ത് എന്ന സംസ്ഥാനത്തെ പോർബന്ദറിലാണ് ഗാന്ധിജി ജനിച്ചത്. എന്താണ് ഗാന്ധിജിയുടെ മുഴുവൻ പേരെന്തായിരുന്നു? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഓക്കെ. ഹി ലെഫ്റ്റ് ഹിസ് ജോബ് ആസ് എ ലോയർ ഇൻ സൗത്ത് ആഫ്രിക്ക ആൻഡ് റിട്ടേൺ ടു ഇന്ത്യ ടു ജോയിൻ ദ ഫ്രീഡം സ്ട്രഗിൾ. അദ്ദേഹത്തിന് ദക്ഷിണാഫ്രിക്കയിലൊരു വക്കീലായിട്ടായിരുന്നുല്ലേ ജോലി. അത് ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം ഇന്ത്യയിലെത്തി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുചേരുകയാണ് ഉണ്ടായത്. Through his simple way of living,
high thinking and a warm interaction, he rose to become the leader of India. എന്തായിരുന്നു? ലളിതമായ ജീവിതം അല്ലേ? ലളിതമായ ജീവിതം, സിമ്പിൾ വേ ഓഫ് ലിവിങ് അല്ലേ? ഹൈ തിങ്കിങ് എന്താണ്? ഉയർന്ന ചിന്തയും, പിന്നെയോ വാം ഇൻട്രാക്ഷൻ ഹൃദ്യമായ ഹാർഷായിട്ട് പെരുമാറാത്ത സൗമ്യമായ ക്യാരക്ടറും, ഹീറോസ് ടു ബിക്കം ദ ലീഡർ ഓഫ് ഇന്ത്യ, അദ്ദേഹത്തിനെ പെട്ടെന്ന് ഇന്ത്യയുടെ നേതാവാക്കി ഉയർത്തി. ഓക്കെ. ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ് വേർ ഓൾവേസ് എഡിവൻ ഇൻ ഹിസ് വേർഡ്സ് ആൻഡ് ആക്ഷൻസ്. എന്തായിരുന്നു? ഇന്ത്യയുടെ നേതാവായി ഉയർന്നതിന് ശേഷം എന്താണ് ഉണ്ടായത്? സത്യവും അല്ലേ? ട്രൂത്ത്, സത്യവും അഹിംസയും, നോൺ വയലൻസ് അദ്ദേഹത്തിൻ്റെ ആ വാക്കിലും പ്രവൃത്തിയിലും എന്തായിരുന്നു? അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു അല്ലേ? ചിൽഡ്രൻ അഫെക്ഷനേറ്റ്ലി കോൾഡ് ഹിം ബാപ്പുജി. കുട്ടികൾ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ബാപ്പുജി എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഹി ലെഡ് ഇമ്പോർട്ടൻറ്റ് മൂവ്മെൻറ്റ്സ് ലൈക്ക് ദ ചമ്പാരൻ മൂവ്മെൻറ്റ് 1917. അദ്ദേഹം എന്തായിരുന്നു? ഒരുപാട് സമരങ്ങൾ ഇന്ത്യയിൽ നടത്തിയില്ലേ? അതിലായിരുന്നു ഫസ്റ്റ് എന്തായിരുന്നു? ചമ്പാരൻ മൂവ്മെൻറ്റ്, ചമ്പാരൻ സത്യാഗ്രഹം 1917. ദ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് എന്താണ്? നിസ്സഹകരണ സമരം 1920. ദ സാൾട്ട് സത്യാഗ്രഹ, ഉപ്പ് സത്യാഗ്രഹം 1930. ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് 1942. ഇത്രയും സമരങ്ങളിലെ അദ്ദേഹം പങ്കെടുത്തതായിരുന്നു. അദ്ദേഹം അതിനെ ലീഡ് ചെയ്തുല്ലേ? നേതൃത്വം നൽകി. ഏതൊക്കെയായിരുന്നു? ചമ്പാരൻ മൂവ്മെൻറ്റ്, നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ്, സാൾട്ട് സത്യാഗ്രഹ ആൻഡ് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് അല്ലേ? അപ്പോൾ നമ്മൾ ഗാന്ധിജിയെക്കുറിച്ചാണല്ലേ പറഞ്ഞത്? നമ്മുടെ ബാപ്പുജിയെക്കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? ഗാന്ധിജി എവിടെയായിരുന്നു ജനിച്ചത്? ഗുജറാത്തിലെ പോർബന്തറിലെ. ഗാന്ധിജിയുടെ മുഴുവൻ പേരെന്തായിരുന്നു? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഓക്കെ. അപ്പോൾ ഇത്രയും വിവരങ്ങൾ തന്നിട്ടുണ്ടല്ലേ? ഇനി എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ്, കളക്ട് മോർ ഇൻഫർമേഷൻ അബൌട്ട് ഗാന്ധിജി ഫ്രം യുവർ സ്കൂൾ ലൈബ്രറി ആൻഡ് പ്രിപ്പയർ എ ഷോർട്ട് നോട്ട്. പ്രിപ്പയർ എ ഗാന്ധി മാഗസീൻ ആസ് ഗ്രൂപ്പ് ആക്ടിവിറ്റി. എന്താ ചെയ്യുന്നത്? ഗാന്ധിജിയെക്കുറിച്ച് കുറച്ച് നമ്മളിപ്പോൾ വായിച്ചില്ലേ? ഇനി കൂടുതൽ വിവരങ്ങൾ നിങ്ങളുടെ സ്കൂൾ ലൈബ്രറിയുടെ സഹായത്തോടെ ശേഖരിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കാനാണ് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഗാന്ധി മാഗസീൻ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ. അതിലെന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യിക്കണം? ബർത്ത് പ്ലേസ്, പാരൻസ്, ഓട്ടോബയോഗ്രഫി, ലൈഫ് സ്റ്റൈൽ, പേഴ്സണാലിറ്റി ട്രൈറ്റ്സ്, മെത്തേഡ്സ് ഓഫ് സ്ട്രഗിൾസ്, ഗാന്ധിജി ആൻഡ് ഫ്രീഡം സ്ട്രഗിൾ ആൻഡ് ബർത്ത് അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യണം? ഗാന്ധി മാഗസീൻ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ. എങ്ങനെ നമ്മൾ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യും? ലെറ്റ്സ് ട്രൈ. മഹാത്മാഗാന്ധി വാസ് ബോൺ ഇൻ പോർബന്ദർ, ഗുജറാത്ത് on 2nd October 1869. His real name was Mohandas Karamchand Gandhi. Gandhi's father was Karamchand Gandhi and his mother was Putli Bai. Okay. Through his simple way of living, high thinking and warm interaction, he rose to become the leader of India. Truth and non-violence were always evident in his words and action. The story of my experiment with truth is the autobiography of Gandhi. ഓക്കെ. ഇനി കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നെക്സ്റ്റ് നോക്കൂ. ആരാണ്? ജവഹർലാൽ നെഹ്റു അല്ലേ? ക്യാൻ യു ഗെസ് ദ പേഴ്സൺ ഫ്രം ദ ക്ലൂസ് ഗിവൺ ബിലോ? വിനയൻ സർ കണ്ടിന്യൂഡ് അല്ലേ? ഓക്കെ. ഇനി എന്താണ്? ഇനി താഴെ വേറെ ആളെയും കൂടി പരിചയപ്പെടാൻ വേണ്ടി കുറച്ച് സൂചനകൾ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ആളെ കണ്ടുപിടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് വിനയ് മാഷിന്റെ ചോദ്യം. ഓക്കെ. ഹി വർക്ക്ഡ് വിത്ത് ഗാന്ധിജി ദ ഫോർ ഫ്രണ്ട് ഓഫ് ദി ഫ്രീഡം സ്ട്രഗിൾ. സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജിയുടെ കൂടെ ഒപ്പം നിന്ന് പ്രവർത്തിച്ചതായിരുന്നു? ജവഹർലാൽ നെഹ്റു ആണല്ലേ? ഹി വാസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഹു ഈസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? നിങ്ങൾക്കറിയില്ലേ? എല്ലാവരും പറയൂ. എന്തായിരുന്നു? ജവഹർലാൽ നെഹ്റു. ഓക്കെ. ഹി വാസ് ദ വൺ ഹു ഡിക്ലെയർഡ് ഇൻ ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ വിവരം നമുക്ക് എന്താണ്? August 15, 1947 സ്വാതന്ത്ര്യം നേടിയില്ലേ? അത് ഇന്ത്യയിലുള്ള ജനങ്ങളെ അറിയിച്ചത്, ആ വിവരം പ്രഖ്യാപിച്ചത്, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പ്രഖ്യാപിച്ചത് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആണ്. ലാസ്റ്റ് ക്ലൂ എന്തായിരുന്നു? ചിൽഡ്രൻ ഫോൺലി കോൾഡ് ഹിം ചാച്ചാജി. കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ ചാച്ചാജി എന്നായിരുന്നു വിളിച്ചിരുന്നത്.
അപ്പം നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റില്ലേ, നിങ്ങൾ ആരെയായിരുന്നു ചാച്ചാജി എന്ന് വിളിച്ചിരുന്നത്? ജവഹർലാൽ നെഹ്റുവിനെ ആയിരുന്നു. എവ്രി വൺ ആൻസേർഡ് ടുഗദർ ജവഹർലാൽ നെഹ്റു. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഉത്തരം പറഞ്ഞു. എന്തായിരുന്നു? ജവഹർലാൽ നെഹ്റു. Find the answer to following questions about Jawaharlal Nehru using the books in the class library. ആ ക്ലാസ് ലൈബ്രറിയുടെ സഹായത്തോടെ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് താഴെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയായിരുന്നു ക്വസ്റ്റ്യൻ? വെൻ ഈസ് നെഹ്റൂസ് ബർത്ത്ഡേ? ഇൻ വാട്ട് നെയിം ഡു യു വി സെലിബ്രേറ്റ് ദിസ് ഡേ? നെഹ്റുവിൻ്റെ ജന്മദിനം ബർത്ത്ഡേ എന്നാണ്. അത് നമ്മൾ ഏത് പേരിലാണ് ആ ദിവസം നമ്മൾ ആഘോഷിക്കുന്നത്? എന്നായിരുന്നു നെഹ്റുവിൻ്റെ ബർത്ത്ഡേ? നവംബർ 14 അല്ലേ? നവംബർ 14 ആ ദിവസം നമ്മൾ എന്തായിട്ടാണ്, ഏത് പേരിലാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ചിൽഡ്രൻസ് ഡേ ആയിട്ടാണല്ലേ സെലിബ്രേറ്റ് ചെയ്യുന്നത്, ശിശുദിനം. ഓക്കെ, അപ്പോൾ നെഹ്റു ജനിച്ചത് എന്നായിരുന്നു 1889 നവംബർ 14 നെഹ്റു ജനിച്ചിട്ടുള്ളത്. നവംബർ 14 നമ്മൾ എന്താണ്, ചിൽഡ്രൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ നെയിം ഓഫ് നെഹ്റൂസ് ഓട്ടോബയോഗ്രഫി? ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മകഥയാണ് അല്ലേ? നെഹ്റുവിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് എന്നാണ് ചോദ്യം. എന്തായിരുന്നു? ആൻ ഓട്ടോബയോഗ്രഫി, ഒരു ആത്മകഥ എന്നുള്ളതാണ് നെഹ്റുവിൻ്റെ ആത്മകഥയുടെ പേര്. എന്തായിരുന്നു നെഹ്റുവിൻ്റെ ഓട്ടോബയോഗ്രഫിയുടെ പേര്? ആൻ ഓട്ടോബയോഗ്രഫി. ഓക്കെ, പ്രിപ്പയർ എ സ്പീച്ച് അബൌട്ട് ജവഹർലാൽ നെഹ്റു കളക്ടിങ് മോർ ഇൻഫർമേഷൻ ആൻഡ് പ്രസൻറ്റ് ഇറ്റ് ടു ദ ക്ലാസ്. എന്താണ്? കൂടുതൽ വിവരങ്ങൾ, ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ തയ്യാറാക്കിയിട്ടൊരു പ്രസംഗം ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് കൂടുതൽ പറയാൻ കഴിയും നോക്കാം നമുക്ക്. ജവഹർലാൽ നെഹ്റു വാസ് എ കീ ഫിഗർ ഇൻ ഇന്ത്യാസ് സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് ആൻഡ് ലേറ്റർ ബിക്കം ടു കൺട്രീസ് ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ. Born on November 14, 1889 in Allahabad, he was a close associate of Mahatma Gandhi and played a significant role in shaping India's future. Nehru was known for his progressive vision, commitment to democracy and effort to modernize India. He served as Prime Minister from 1947 until his death in 1964, leaving a lasting legacy in India politics and development. Children affectionately call him Chachaji. Nehru's father was Motilal Nehru and his mother was Swarup Rani. An autobiography is the autobiography of Nehru. എന്തായിരുന്നു ജവഹർലാൽ നെഹ്റു അല്ലേ? എന്തായിരുന്നു? 1889 അലഹബാദിലാണ് ജനിച്ചത്. 1964 മരിക്കും ചെയ്തു. അതുവരെ അദ്ദേഹം 1947 മുതൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് മുതൽ എന്തായിരുന്നു, അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹമായിരുന്നു നമ്മുടെ പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രി അല്ലേ? ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരാണ് ഒരു ആത്മകഥ, ആൻ ഓട്ടോബയോഗ്രഫി. കുട്ടികൾ സ്നേഹത്തോടെ അദ്ദേഹത്തെ ചാച്ചാജി എന്ന് വിളിച്ചില്ലേ? നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൽ ഒരു വിലമതിക്കാനാവാത്ത പങ്ക് ജവഹർലാൽ നെഹ്റുവിൻ്റേത് കൂടിയുണ്ട് അല്ലേ? അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ പേരാണ് മോത്തിലാൽ നെഹ്റു, അമ്മയുടെ പേര് സ്വരൂപ് റാണി അല്ലേ? ഇത്രയും കാര്യങ്ങൾ എന്താണ് നമ്മൾ പഠിച്ചു അല്ലേ? ഇനി നോക്കൂ. സർ ആൾസോ ഇൻട്രൊഡ്യൂസ്ഡ് അതർ ലീഡേഴ്സ് ഹു പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഫ്രീഡം സ്ട്രഗിൾ ടു ദ ചിൽഡ്രൻ. എന്താണ്? സ്വാതന്ത്ര്യ സമരത്തിൽ അല്ലേ? ഫ്രീഡം സ്ട്രഗിളിൽ പങ്കെടുത്ത മറ്റു പ്രധാന നേതാക്കളെ കൂടി എന്താണ് മാഷ് അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അവരുടെ പിക്ചറാണ് താഴെ തന്നിട്ടുള്ളത്. ആരൊക്കെയാണ്? സുഭാഷ് ചന്ദ്രബോസ്, സർദാർ വല്ലഭായ് പട്ടേൽ, ഗോപാലകൃഷ്ണ ഗോഖലെ, സരോജിനി നായിഡു, ബാലഗംഗാധര തിലക്, ഭഗത് സിംഗ്, അരുണ ആസിഫ് അലി ഖാൻ, അബ്ദുൾ ഗാഫർ ഖാൻ. ഓക്കെ, ഇത്രയും ആൾക്കാരെന്തായിരുന്നു നമ്മുടെ ഫ്രീഡം സ്ട്രഗിളിൽ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, ഇവരൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടവരാണ് അല്ലേ? Now you are familiar with some of the leaders who participated in the freedom struggle of India. അപ്പോൾ എന്താണ് പറയുന്നത്? നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മറ്റ് നേതാക്കളെ നമ്മൾ എന്ത് ചെയ്തു? മനസ്സിലാക്കിയില്ലേ? അവരെ നമ്മൾ എന്ത് ചെയ്തു? കണ്ടു അല്ലേ?
ഓക്കെ, ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് ദി ലീഡേഴ്സ് റിലേറ്റഡ് ടു ദി ഫാക്ട് ഗിവൺ ബിലോ. താഴെ കുറച്ച് എന്താണ് വസ്തുതകൾ ഫാക്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഇതിൽ ആരാണ് എന്നുള്ളത്, ഏത് ലീഡേഴ്സാണ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അവിടെ എഴുതി കൊടുക്കാനാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ആ ഫാക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ദ ഫസ്റ്റ് വുമൺ ടു ബിക്കം ദ പ്രസിഡന്റ് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നോൺ ആസ് ദ നൈറ്റിംഗിൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യ വനിത ആരായിരുന്നു? സരോജിനി നായിഡു ആണ്. ഓക്കെ, ഹി ടുക്ക് അപ്പ് ആംസ് ആൻഡ് ഫൗട്ട് ബ്രേവ്ലി അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ഹി വാസ് ഹാങ്ഡ് അറ്റ് ദ ഏജ് ഓഫ് 23. എന്താണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയില്ലേ, എന്നിട്ട് 23-ാം വയസ്സിൽ അദ്ദേഹത്തിനെ തൂക്കിക്കൊന്നു. അതാരാണ്? ഭഗത് സിംഗ് ആണ്. ഓക്കെ, ഷീ ഈസ് നോൺ ആസ് എ ക്യൂൺ ഓഫ് ദി ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ഷീ ഈസ് ദ ഗ്രാൻഡ് ഓൾഡ് ലേഡി ഓഫ് ദി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ്. എന്താണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ രാജ്ഞി എന്നും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വന്ധ്യവയോധിക ഓൾഡ് ലേഡി എന്ന പേരിലും കൂടെയാണ് അറിയപ്പെടുന്നത്. അതാരാണ്? അരുണ ആസിഫ് അലി. ഓക്കെ, ഇനി he played a major role in the formation of the Indian Union by uniting the princely state known as the Iron Man of India. എന്താ പറയുന്നത്? എന്താണ് നമ്മുടെ നാട്ടുരാജ്യങ്ങളെ കൂട്ടിച്ചേർക്കുകയും നമ്മുടെ ഇന്ത്യയെ രൂപീകരിക്കുന്നതിനായിട്ട് നമ്മളെ നാട്ടുരാജ്യങ്ങളെ കൂട്ടിച്ചേർക്കുന്നതിനായിട്ടുള്ള മേജർ റോൾ വഹിച്ചിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം. പിന്നെന്താണ് അദ്ദേഹത്തിനെ ഇന്ത്യയുടെ അയൺ മാൻ, ഉരുക്കു മനുഷ്യൻ, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ, നെക്സ്റ്റ്, ഹി ഫോംഡ് ദ ഇന്ത്യൻ നാഷണൽ ആർമി ആൻഡ് ഫൗട്ട് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് നോൺ ആസ് നേതാജി. നേതാജി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ വ്യക്തി കൂടിയായിരുന്നു. അദ്ദേഹത്തിനെ നമ്മൾ നേതാജി എന്നാണ് വിളിക്കുന്നത്. ആരാണ്? നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, ഈ നെക്സ്റ്റ്, സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൾ ഹാവ് ഇറ്റ് നോൺ ആസ് ലോകമാന്യ. എന്താണ്? സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്. അദ്ദേഹം പറഞ്ഞെന്താണ്? സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു അല്ലേ. അദ്ദേഹം ലോകമാന്യ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ആരാണത്? ബാലഗംഗാധര തിലക്. ഓക്കെ, നെക്സ്റ്റ്, ദ ഗുരു ഹു ഗൈഡഡ് ഗാന്ധിജി ഇൻ ടു പൊളിറ്റിക്സ്, ഫൗണ്ടർ ഓഫ് ആൻ ഓർഗനൈസേഷൻ കാൾഡ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. ഓക്കെ, എന്താണ്? ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് അല്ലേ, ഗാന്ധിജിയെ രാഷ്ട്രീയത്തിലേക്ക് നയിച്ച ഗുരുവാണ്. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്താണ് ഒരു അതിൻ്റെ ഫൗണ്ടറാണ് അല്ലേ, ആ ഓർഗനൈസേഷൻ്റെ ഫൗണ്ടറാണ് അല്ലേ. എന്താണ്? സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്നയുടെ ഫൗണ്ടറാണ്. ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഓക്കെ, ഫോളോഡ് ഗാന്ധിജീസ് ഐഡിയൽസ് നോൺ ആസ് ഫ്രണ്ടിയർ ഗാന്ധി. എന്താണ്? ഗാന്ധിജിയുടെ ഐഡിയൽസ്, ആദർശങ്ങൾ പിന്തുടർന്നു. പിന്നെ അദ്ദേഹത്തിനെ ഫ്രണ്ടിയർ ഗാന്ധി, അതിർത്തി ഗാന്ധി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് നമ്മുടെ അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, കളക്ട് പിക്ചേഴ്സ് ഓഫ് അതർ ഫ്രീഡം ഫൈറ്റേഴ്സ് ആൻഡ് പ്രിപ്പയർ എ വാൾ പോസ്റ്റർ. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചിത്രങ്ങൾ ശേഖരിച്ചിട്ടൊരു വാൾ പോസ്റ്റർ തയ്യാറാക്കാനാണ് പറയുന്നത്. If there are people in your locality who can share information related to the freedom struggle, interview them and gather information. നിങ്ങളുടെ നാട്ടിൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ അവരുമായിട്ടൊരു ഇൻ്റർവ്യൂ സംഘടിപ്പിച്ചിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, then also find out if there are places related to the freedom struggle in your area. എന്നിട്ട് എന്ത് ചെയ്യണം? സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ നിങ്ങളുടെ പ്രദേശത്തുണ്ടോ എന്നുകൂടെ അന്വേഷിച്ച് അറിയാനാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യ ഈസ് മൈ കൺട്രി പാർട്ട് 1 ക്ലാസ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പാർട്ട് 2 ക്ലാസ് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ക്ലാസ് കാണുക. ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.